നമസ്കാരം. അസാധാരണമായ അപ്രതീക്ഷിതമായ ഒരു അംഗീകാരത്തിൻ്റെ കഥയാണ് ഇത്. ഈ കഥ ഉയരുന്നത് ചെന്നൈയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്. പ്രിയ രവിചന്ദ്രൻ എന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തൻ്റെ ധീരതയ്ക്ക് അർഹമായ അംഗീകാരം അവർക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. 2003 ഗ്രേഡ് 1 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായി 2 പരീക്ഷകളും അഭിമുഖവും കഴിഞ്ഞ് സർവീസിൽ കയറിയ പ്രിയ രവിചന്ദ്രൻ ചെന്നൈയിലെ ചെപ്പോക്കിലെ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നു. ആ തീപിടുത്തത്തിൽ മേൽക്കൂര, കെട്ടിടത്തിൻ്റെ പഴയ മേൽക്കൂര കത്തി അമർന്ന് പ്രിയയുടെ ദേഹത്തേക്ക് പതിക്കുന്നു. 45% പൊള്ളൽ ഈ ഓഫീസർക്ക് ഏൽക്കുന്നു. പക്ഷേ ധീരമായ പ്രവൃത്തി അത് നയിച്ചു. പിന്നീട് ചികിത്സകൾ നടത്തി. ചികിത്സ ഫലപ്രദമായി. ആ സമയത്ത് ജയലളിതയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി. ആശുപത്രിയിലെത്തി പ്രിയയ്ക്ക് എല്ലാ പിന്തുണയും അവർ അന്ന് കൊടുക്കുകയും ചെയ്തു. സുധീരമായ ഒരു രക്ഷാപ്രവർത്തനം. സർക്കാർ ഫയലുകൾ, വളരെ പ്രധാനപ്പെട്ട സർക്കാർ ഫയലുകളൊക്കെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ധീരമായ ശ്രമമാണെന്ന് പ്രിയ രവിചന്ദ്രൻ എന്ന ഓഫീസർ നടത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റു. മരണത്തെ മുഖാമുഖം കണ്ടു. ഇവർക്കിപ്പോൾ IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നൽകാനുള്ള തമിഴ്നാടിൻ്റെ ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ UPSC അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതാദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥയ്ക്ക്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഉദ്യോഗസ്ഥയ്ക്ക് IAS, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പദവി ലഭിക്കുന്നത്. സാധാരണഗതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൂടെ തന്നെ കടന്നു വന്ന് റവന്യൂ സർവീസിൽ, അങ്ങനെയുള്ള വിവിധ സർവീസുകളിൽ പെടുന്നവർക്കാണ് പിന്നീട് കൺഫേർഡായിട്ട് കൂടി IAS ലഭിക്കുന്നത്. പക്ഷേ 48 വയസ്സുള്ള പ്രിയയ്ക്ക് തൻ്റെ ധീരതയുടെ ആ ഒരു അംഗീകാരമായിട്ട് ഇപ്പോൾ IAS കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. തമിഴ്നാട് അഗ്നിരക്ഷാ സേനയിലെ ആദ്യ വനിതാ ഓഫീസർ കൂടിയാണ് പ്രിയ. 2003 അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് കഠിന പരിശീലനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചു. അതുപോലെ ബ്രിട്ടനിൽ നിന്ന് പ്രത്യേക പരിശീലനവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2012 ഏഴിലകത്ത് സർക്കാർ ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. അത് നിയന്ത്രിക്കാൻ ശ്രമിച്ച സംഘത്തെ നയിക്കുന്നതിനിടെ മേൽക്കൂര തകർന്നു വീണാണ് ഇവർക്ക് പൊള്ളലേറ്റത്. അതുപോലെ ആ വർഷം 2012 മികവിനുള്ള, ജോലിയിലെ മികവിനുള്ള സംസ്ഥാന മെഡലും 2013 രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മെഡലും പ്രിയ രവിചന്ദ്രന് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ അവർക്ക് IAS കൂടി ലഭിച്ചിരിക്കുന്നു. അതിനുള്ള അംഗീകാരം കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരിക്കും അവർ ജോലിയിൽ പ്രവേശിക്കുക. അഗ്നിരക്ഷാ സേനയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലേക്ക് അങ്ങനെ പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പ്രിയ രവിചന്ദ്രൻ എന്ന ധീരയായ വനിതയ്ക്ക് അവർക്ക് അർഹമായ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അവരുടെ ധൈര്യത്തിന്, അവരുടെ അർപ്പണ മനോഭാവത്തിനുള്ള അംഗീകാരമായി, അതിനുള്ള പിന്തുണയായി തമിഴ്നാട് സർക്കാരാണ് ഇത് ശുപാർശ ചെയ്ത് കേന്ദ്ര സർക്കാരിന് അയച്ചത്. അതുകൊണ്ട് IASലേക്ക് പ്രിയ രവിചന്ദ്രൻ പ്രവേശിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും മികവിനുള്ള അംഗീകാരം തന്നെ.